ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് പ്രോഗി വാരിയർ കമ്പനിയുടെ മാർക്കറ്റിൽ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള 3 ഫ്രോഗുകളെ പരിചയപ്പെടാം. ആദ്യമായിട്ട് നമുക്ക് പ്രോഗി വാരിയറിൻ്റെ ഡ്രാഗൺ. ഇതാണ് പ്രോഗി വാരിയറിൻ്റെ ഡ്രാഗൺ ഫ്രോഗ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഡ്രാഗൺ ഫ്രോഗിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13 to 14 ഗ്രാമാണ് അതിൻ്റെ തൂക്കം വരുന്നത്. 7 സെൻറ്റിമീറ്റർ കണ്ടോ, അത്യാവശ്യം സൈസ് ഉള്ളത്. നമ്മളൊരു വിരൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും സൈസ് വരുന്നുണ്ട് ഇതിന് നീളം. നല്ല സോഫ്റ്റാണ് ഈ ഫ്രോഗ്. ഹാൻഡ് മെയ്ഡ് ഫ്രോഗ് ആയതുകൊണ്ട് നല്ല സോഫ്റ്റാണ്. അതുപോലെ ഇതിൻ്റെ സിവൽ വരുന്ന നോക്ക്, സിവൽ ഇതിൻ്റെ ബാക്കിൽ നിന്നാണ് വരുന്നത് കണ്ടോ, ഇങ്ങനെ വരുന്നത്. സ്പിന്നറാണെന്നുണ്ടെങ്കിൽ സിംഗിൾ സ്പിന്നറാണ്, പക്ഷേ നല്ല അടിപൊളി സ്പിന്നറാണ് കേട്ടോ. നല്ല ആക്ഷൻ ഉണ്ടാവും നമുക്ക് വിചാരിക്കാം. അതുപോലെ നല്ല ഷാർപ്പായിട്ടുള്ള 2 ഹുക്കുകൾ. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം ഇതിൻ്റെ 3D ഡിസൈനിങ് ആണ് കണ്ടോ. നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് കണ്ടോ. അടിപൊളി മെറ്റീരിയലാണ് കണ്ടോ. ഇതിൻ്റെ ഡിസൈനും ഇതിൻ്റെ കളറും അല്ല, ഒരു ഡ്രാഗണിൻ്റെ എന്ന് പറയുമ്പോൾ ആ ഒരു തീമിലാണ് സാധനം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കണ്ണായാലും കണ്ടോ, അടിപൊളി ഒരു ഫ്രോഗാണ്. സിവലും നല്ല അടിപൊളി സിവലാണ് കേട്ടോ. ഇതിനെ കാസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളെ ചാനൽ വരുന്നതായിരിക്കും, ഇതിൻ്റെ ആക്ഷനും കാര്യങ്ങളിലായിട്ട്. അപ്പോൾ അതെല്ലാവരും വാച്ച്. അടുത്ത ഫ്രോഗാണ് പ്രോഗി വാരിയറിൻ്റെ കില്ലർ കേട്ടോ. അത്യാവശ്യം സൈസുള്ള ഫ്രോഗാണ്. 15 ഗ്രാം 7 സെൻറ്റിമീറ്റർ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രോഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്വിവല് താഴത്താണ് വരുന്നത്. അപ്പോൾ നമുക്കൊരു പോപ്പിങ് ആക്ഷൻ പ്രതീക്ഷിക്കാം കേട്ടോ. ഇങ്ങനെ പോപ്പ് ചെയ്ത് വരും നമുക്ക് വിചാരിക്കാം. സ്പിന്നർ നല്ല അടിപൊളി വലിയ സ്പിന്നറാണ്. ഇപ്പോൾ പ്രോഗി വാരിയറിൻ്റെ ബാൻഡിക്കൂട്ടൊക്കെ പോലെ തന്നെ ആ ഒരു മോഡൽ, അങ്ങനത്തെ ഒരു 3D മോഡലാണ് കേട്ടോ. സിമിലർ ആയിട്ടുള്ള ഒരു സാധനമാണ്. അത്യാവശ്യം നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതുപോലെ ഹുക്ക്, നല്ലൊരു ഹുക്ക് അപ്രേഷൻ നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാം കണ്ടോ. നല്ലൊരു സാധനമാണ് ഈ ഫ്രോഗ്. അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും ഐസും കണ്ടോ. അതിപ്പോൾ നമുക്ക് ലോങ് കാസ്റ്റിങ്ങിന് പറ്റിയൊരു ഫ്രോഗാണ്. 15 ഗ്രാം ഉണ്ടല്ലോ. അപ്പോൾ വലിയ വരാൽ ചെറുമീനൊക്കെ നമുക്ക് എന്തായാലും ബാൻഡിക്കൂട്ടി ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഫ്രോഗ്. അതിന് നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. ചെറിയ വരാലും അടിക്കും. വിഷയാണ് കേട്ടോ പറക്കത്തിൻ്റെ സൗണ്ട്. ഈ ഒരു ഫ്രോഗാണ് കേട്ടോ പ്രോഗി വാരിയറിൻ്റെ നാച്ചുറൽ മിനി. ഇപ്പോൾ നാച്ചുറൽ ഫ്രോഗ് എല്ലാവർക്കും അറിയാം. പ്രോഗി വാരിയറിൻ്റെ ഏറ്റവും റിസൾട്ട് എനിക്ക് പേഴ്സണലി കിട്ടിയിട്ടുള്ള ഫ്രോഗാണ് നാച്ചുറൽ ഫ്രോഗ്. അതിൻ്റെ മിനി വേർഷനാണ് നാച്ചുറൽ ഫ്രോഗ് മിനി. 7 to 8 ഗ്രാം ഉള്ളൂ. അതുപോലെ 5 സെൻറ്റിമീറ്റർ. അപ്പോൾ നല്ല തോടുകളിലും കനാലുകളിലൊക്കെ എറിയാൻ അടിപൊളി ഫ്രോഗ്. ഡബിൾ സ്പിന്നർ വരുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ, 2 സ്പിന്നറും മടക്കിയിട്ടുള്ള ടൈപ്പ് സ്പിന്നറാണ്. അപ്പോൾ ഇതിങ്ങനെ കിലേ അടിച്ചടിച്ച് വരുമ്പോൾ എന്തായാലും അടിപൊളി ആക്ഷൻ ആയിരിക്കും. നാച്ചുറൽ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ മിനി അതുപോലെ തന്നെ ആയിരിക്കും. ബൈറ്റ് കാസ്റ്റൊക്കെ ഉള്ളവർക്ക് അത്യാവശ്യം കാസ്റ്റിങ്ങും കിട്ടും കണ്ടോ. നല്ല ഹുക്കപ്പ് റേഷ്യോ കണ്ടോ. ഒരു ഫ്രോഗിന് വേണം നല്ലൊരു ക്വാളിറ്റി, നല്ല ഹുക്കപ്പ് റേഷ്യോ അതിനുണ്ട് കണ്ടോ. അടിച്ചപ്പോൾ തന്നെ തിരിഞ്ഞോളും. ഇതിൽ നമുക്ക് ഡിസൈനിങ് പിന്നെ പറയേണ്ട കാര്യമില്ല. നാച്ചുറൽ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അതിൻ്റെ മിനി വേർഷനാണ്. അപ്പോൾ നാച്ചുറൽ വാങ്ങി സാറ്റിസ്ഫൈഡ് ആയിരിക്കും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന റേറ്റാണ്. ഈ 3 ഫ്രോഗുകളും കാസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ആക്ഷനും കാര്യങ്ങൾ എങ്ങനെ അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് നമുക്ക് കാണാം. വഴിയെ കാണാം കേട്ടോ. അടുത്ത വീഡിയോ എല്ലാവരും ഫോളോ ചെയ്ത് കൂടെ കൊടുക്കുക. അടുത്ത വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണുന്നവരെ ബൈ.